മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കനത്ത മഴയിലും ആവേശം ചോരാതെ നിലമ്പൂരിൽ വോട്ടെടുപ്പ്. 73% കടന്ന് പോളിംഗ്. മണ്ഡലം ആർക്കൊപ്പം എന്നറിയാൻ ഇനി 3 നാൾ. വിജയപ്രതീക്ഷയോടെ മുന്നണികൾ. നിലമ്പൂരിൽ പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും വോട്ടെടുപ്പ് ദിനത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്നും ശശി തരൂർ. താരപ്രചാരകരുടെ പട്ടികയിൽ തരൂർ ഉണ്ടായിരുന്നുവെന്നും ആരെയും പാർട്ടി ക്ഷണിച്ചിട്ടില്ലെന്നും കൂറുള്ളവർ വന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വോട്ടെടുപ്പ് ദിനത്തിലും CPM-നെതിരെ RSS ബന്ധം ആയുധമാക്കി കോൺഗ്രസ്. ഏഴാം ദിവസവും കനത്ത പോരാട്ടം തുടർന്ന് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ സൊറോക്കോ ആശുപത്രിക്ക് നേരെ മിസൈലാക്രമണം. ഒട്ടേറെ പേർക്ക് പരിക്ക്. ഇറാനിലെ നതാൻസ്, അറാഖ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രയേൽ. ജനീവയിൽ നാളെ നിർണായക കൂടിക്കാഴ്ച. ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നീക്കം. എല്ലാവരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിൽ വീണ്ടും വിവാദം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി V ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. മന്ത്രി ഗവർണറെ അപമാനിച്ചെന്നും പ്രോട്ടോകോൾ ലംഘിച്ചെന്നും രാജ്ഭവൻ. ഭരണഘടന ലംഘിച്ചിടത്ത് എന്ത് പ്രോട്ടോകോൾ എന്ന് മന്ത്രി ശിവൻകുട്ടി. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ ബ്ലാക്ക് ബോക്സിന് തകരാർ. ഡേറ്റ വീണ്ടെടുക്കാൻ വിദേശത്തേക്ക് അയക്കുന്നതിൽ വ്യോമയാന മന്ത്രാലയം തീരുമാനമെടുക്കും. പറന്നുയരുന്നതുവരെ വിമാനത്തിന് തകരാറുണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ CEO. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ലീഡ്സിൽ തുടക്കം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പര. കോഹ്ലിയുടെ 4ാം നമ്പറിൽ ബാറ്റിംഗിനെത്തുക നായകൻ ശുഭ്മാൻ ഗിൽ. കനത്ത മഴയെ അവഗണിച്ച് നിലമ്പൂരിൽ വിധിയെഴുതി. 73% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. 2,32,000 വോട്ടർമാരാണ് വിധിയെഴുതിയത്. രാവിലെ മുതൽ മഴ പ്രതിസന്ധിയായി തുടർന്നെങ്കിലും മുന്നണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് നിലമ്പൂരിലെ പോളിംഗ് ശതമാനം. വിശ്രമമില്ലാത്ത പ്രചാരണത്തിന് ഫലം കണ്ടു എന്ന് നിസ്സംശയം പറയാം. കണക്കുകൂട്ടലനുസരിച്ചുള്ള വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസവും മുന്നണികൾക്കുണ്ട്. വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് 263 ബൂത്തുകളിലും ജനങ്ങൾ ഒഴുകിയെത്തിയത്. 59 പുതിയ ബൂത്തുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ നീണ്ട നിര എവിടെയും ഉണ്ടായില്ലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇപ്രാവശ്യം 59 പോളിംഗ് സ്റ്റേഷൻ കൂടുതലായിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ പരമാവധി 1100 താഴെയാണ് വോട്ടർമാരുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂ ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചു. നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വോട്ടെടുപ്പിനിടെ ചുങ്കത്തറ കുറുമ്പലങ്ങോട് സ്കൂൾ ബൂത്തിലെ UDF LDF സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. LDF പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തിയവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു സംഘർഷം. തിരുനാവായ സ്വദേശികളായ 3 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരളമാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് പോളിംഗ് ശതമാനമുണ്ട്. ഇനി അറിയാനുള്ളത് നിലമ്പൂരിലെ ജനമനസ്സ് ആർക്കൊപ്പമാണെന്നുള്ളതാണ്. അതിനായി ഇനിയും 2 നാൾ കാത്തിരിക്കണം. അമൃത ന്യൂസ്, നിലമ്പൂർ. കോൺഗ്രസിനുള്ളിലെ തർക്കം തുറന്നു പറഞ്ഞ് ശശി തരൂർ. നിലമ്പൂരിലേക്ക് തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്നും വോട്ടെടുപ്പ് ദിനത്തിൽ കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നും തരൂർ. എന്നാൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ താരപ്രചാരകരിൽ ശശി തരൂരും ഉൾപ്പെടുന്ന പട്ടിക പുറത്തുവിട്ട കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ വാദം തെറ്റെന്ന് ചൂണ്ടിക്കാട്ടി. പ്രചാരണത്തിന് നേതാക്കളെ പ്രത്യേകമായി ക്ഷണിക്കാറില്ലെന്നും കോൺഗ്രസിനോട് കൂറുള്ളവർ നിലമ്പൂരിൽ വന്നിട്ടുണ്ടെന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്.
കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറെ നാളുകളായി അത്ര സ്വരച്ചേർച്ചയിലല്ലാത്ത ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തിയപ്പോൾ അതൃപ്തി തുറന്നു പറയുകയാണ്. നേതൃത്വവുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് ശശി തരൂരിന്റെ തുറന്നുപറച്ചിൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തതുപോലും തന്നെ ക്ഷണിക്കാത്തതുകൊണ്ടാണെന്നും തരൂർ പറയുന്നു. വോട്ടെടുപ്പ് ദിനമായതിനാൽ കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് തരൂർ. നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ. എനിക്കും തോന്നുന്നു നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ വിജയം ഉണ്ടാവണം. എന്നാൽ നിലമ്പൂരിൽ തന്നെ ഒഴിവാക്കിയെന്ന തരൂരിന്റെ വാദം തെറ്റാണെന്ന് കോൺഗ്രസ് നേതൃത്വം വാദിക്കുന്നു. പാർട്ടി പുറത്തിറക്കിയ പട്ടിക പ്രകാരം തരൂർ താരപ്രചാരകരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 40 പേരുടെ പട്ടികയിൽ 8ാമനാണ് ശശി തരൂർ. ഇതോടെ കോൺഗ്രസ് തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന തരൂരിന്റെ വാദം പൊളിയുന്നു. അതേസമയം ഒരു നേതാവിനെയും പ്രചാരണത്തിന് പ്രത്യേകം ക്ഷണിക്കാറില്ലെന്നും കോൺഗ്രസിനോട് കൂറുള്ള നേതാക്കൾ നിലമ്പൂരിൽ വന്നിട്ടുണ്ടെന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. RSS ബന്ധത്തെ ചൊല്ലിയുള്ള വിവാദം പോളിംഗ് ദിനത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയതുപോലെ തരൂരിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇസ്രയേലിൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. സൊറോക്കോ ആശുപത്രി ഉൾപ്പെടെ മധ്യ തെക്കൻ ഇസ്രയേലിലെ 4 സ്ഥലങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചു. ആശുപത്രി ആക്രമണത്തിൽ പ്രകോപിതരായി ഇസ്രയേൽ. ആയത്തുള്ള അലി ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ടെല്ലവീവ്, റമദ്ഗാൻ, ഹോളോൺ, ബേർഷേബ തുടങ്ങിയ ഇസ്രയേലി നഗരങ്ങളിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ബേർഷയിലെ സൊറോക്കോ ആശുപത്രിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. കെട്ടിടങ്ങൾ തകർന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇസ്രയേൽ സൈന്യം ഇറാന്റെ അരാഖ് ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറിനെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തു. ആശുപത്രി ആക്രമിച്ച പശ്ചാത്തലത്തിൽ പ്രകോപനവുമായി ഇസ്രയേലും രംഗത്തെത്തി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനിടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെള്ളിയാഴ്ച ജനീവയിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാരുമായും യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞരുമായും കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേലിലെ US എംബസി തങ്ങളുടെ ജീവനക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുടെ സൈനിക ഇടപെടൽ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. സാഹചര്യം മോശമായതോടെ പല രാജ്യങ്ങളും ഇസ്രായേലിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് മറ്റൊരു ഭയാനകമായ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നാണ് റഷ്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. 110 ഇന്ത്യക്കാരാണ് വിമാനത്തിലുള്ളത്. 90 പേരും ജമ്മു കാശ്മീർ സ്വദേശികളാണ്. 20 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. തിരിച്ചെത്തിയവരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഇന്ത്യൻ പതാകയേന്തി സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത്. ടെഹ്റാനിൽ നിന്ന് 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കും എന്നാണ് സൂചന. ടെഹ്റാനിലെ സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് മടങ്ങിവന്ന വിദ്യാർത്ഥികൾ പറഞ്ഞത്. इंडियन एम्बेसी ने हमारे लिए सब कुछ ऑलरेडी प्रिपेयर्ड रखा था. हमें उतनी प्रॉब्लम नहीं हुई. बस हम थक गए हैं. 3 दिन से सफर कर रहे हैं. सर मैंने बहुत कुछ देखा है वहाँ पे. मिसाइल अटैक्स हमने देखे. वो लाइटनिंग रात को होती थी. वो साउंड हम रात को सुन रहे थे. बस वही, और कुछ नहीं. हाँ, ड्रोन देखे, मिसाइल देखे. डर तो था ही, क्योंकि मिसाइल जब देखते थे आवाजें होती थी. ये ड्रोन्स देखे तो डर लगता था. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ടെഹ്റാനിൽ നിന്ന് ക്വാമിലേക്ക് 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു. ചിലർ സ്വമേധയാ ടെഹ്റാനിൽ നിന്ന് വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് 25,000 ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ അറിയിച്ചിരുന്നു. ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നും ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് ഈ വിസയ്ക്കുള്ള അപേക്ഷ നൽകാൻ ലിങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂലം വ്യോമഗതാഗതം നിർത്തിവച്ചതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം 30,000 വിവിധ രാജ്യക്കാരായ യാത്രക്കാർക്ക് അബ്ദാലി അതിർത്തി വഴി കുവൈറ്റിലേക്ക് പ്രവേശിക്കുവാനും കരമാർഗം സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുവാനും കുവൈറ്റ് സൗകര്യമൊരുക്കി. പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ വിമാനയാത്ര നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ഈ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് കരമാർഗം സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് കുവൈറ്റ് വഴിയൊരുക്കിയത്. ഇവരിൽ അറബ്, യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും ഉൾപ്പെടുന്നു. ഇറാന്റെ ഷാലംചെ തുറമുഖത്ത് നിന്നും ഇറാഖിലേക്കും പിന്നീട് സഫ്വാൻ, അബ്ദാലി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി കരമാർഗവും എത്തിച്ച് കുവൈറ്റ് വിമാനത്താവളം വഴിയോ അല്ലെങ്കിൽ മറ്റ് കരമാർഗങ്ങൾ വഴിയോ സ്വന്തം രാജ്യങ്ങളിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്ന പദ്ധതിയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നടത്തിവരുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മന്ത്രാലയങ്ങളും സ്വീകരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും നടപടികളും വിലയിരുത്തി കുവൈറ്റ് മന്ത്രിസഭ. മെഡിക്കൽ, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും എല്ലാ സമയത്തും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളാണ് മന്ത്രിസഭ പരിശോധിച്ചത്. ബയാൻ പാലസിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രിസഭ ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. യോഗത്തിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ലഭ്യമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് മന്ത്രിസഭയെ അറിയിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ ഭക്ഷ്യസുരക്ഷയെയും ആവശ്യ വസ്തുക്കളുടെ ശേഖരത്തെയും കുറിച്ചും റിപ്പോർട്ട് അവതരിപ്പിച്ചു. RSS ബന്ധത്തിന്റെ പേരിലെ കോൺഗ്രസ് CPM പോര് അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി KC വേണുഗോപാൽ. പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിൽ എത്തിയത് RSS പിന്തുണയോടെയെന്ന ആരോപണം. P. സുന്ദരയ്യയുടെ രാജിക്കത്തും 77-ലെ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്യസഭാ സീറ്റ് BJPക്ക് ദാനം നൽകിയ KC വേണുഗോപാലിന്റെ ട്യൂഷൻ വേണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഇതിനിടെ MV ഗോവിന്ദൻ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന ആരോപണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണനും രംഗത്തെത്തി. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയിട്ടും വോട്ടെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയ RSS പ്രസ്താവനയിൽ CPMന് തലയൂരാൻ കഴിയുന്നില്ല. വോട്ടെടുപ്പ് ദിനത്തിലും കോൺഗ്രസ് CPMനെതിരായ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ്. RSSുമായി CPMന് ഒരു കാലത്തും ബന്ധമുണ്ടായിരുന്നില്ല എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കിയ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത് വന്നു. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന P. സുന്ദരയ്യ പാർട്ടി വിടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി നൽകിയ രാജിക്കത്തും 77-ലെ തെരഞ്ഞെടുപ്പും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KC ആദ്യമെത്തി. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഘപരിവാറുമായി കൈകോർക്കാനും വോട്ടുകൾ പ്രീണിപ്പിക്കാനുമുള്ള ആദ്യഘട്ട ദൗത്യമാണ് MV ഗോവിന്ദൻ നടത്തിയതെന്നും ആരോപിച്ചു. ഞങ്ങൾക്ക് വോട്ടാക്കാൻ ഇത്തരം വർഗീയ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചോദ്യം നേരത്തെ ചോദിച്ചതാണ്. ഇത്ര ഒരു മൃദുവായിട്ടുള്ള കാര്യം, പണ്ട് നടന്ന ഒരു ബാന്ധവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്തിന് പ്രസ്താവന ഇറക്കി? അത് അന്വേഷിക്കേണ്ടത് CPMൽ ഏതെങ്കിലും മതേതര വിശ്വാസികളുണ്ടെങ്കിൽ അവരൊന്ന് അന്വേഷിക്കണം, ഉഴുന്നിറങ്ങി അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞതാണോ പറയിപ്പിച്ചതാണോ? രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ KC വേണുഗോപാലിന്റെ ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഹരിയാനയിൽ BJPയെ ജയിപ്പിക്കാനുള്ള കൊട്ടേഷൻ KCക്കായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയതാണെന്നും റിയാസ് ആരോപിച്ചു. അതിനിടെ MV ഗോവിന്ദന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന ആരോപണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നു. CPM ഒരു കാലത്തും RSSുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും ഇനിയുണ്ടാകില്ലെന്നും LDF കൺവീനർ പറഞ്ഞു. ഇടതുവലതു മുന്നണികൾക്ക് ഏറെ നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമുണ്ടായ രാഷ്ട്രീയ വിവാദത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ചൂടേറിയ ചർച്ചകൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ ഗവർണർ പോര് തുറന്ന യുദ്ധത്തിലേക്ക്. രാജ്ഭവനിൽ സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി വീണ്ടും കലഹം. പ്രതിഷേധം അറിയിച്ച് രാജ്ഭവനിലെ വേദിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ഗവർണർക്ക് ധിക്കാരവും അഹങ്കാരവും എന്നാഞ്ഞടിച്ച് മന്ത്രി. അതേസമയം മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. മന്ത്രി ഗവർണറെ അപമാനിച്ചുവെന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും രാജ്ഭവൻ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക പരിപാടി നടക്കുമ്പോൾ രാജ്ഭവനിലെ വേദിയിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം സ്ഥാപിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് നിലപാട് വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ ഇന്ന് നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ രാജ്ഭവൻ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയായിരുന്നു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നത്.
ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിലെ വിയോജിപ്പ് വേദിയിൽ തന്നെ മന്ത്രി അറിയിച്ചു. പ്രതിഷേധ സൂചകമായി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി ഗവർണറുടെ നടപടി ധിക്കാരവും അഹങ്കാരവുമെന്ന് ആഞ്ഞടിച്ചു. രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്നും ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമെന്നും ആരോപിച്ചു. സകല പ്രോട്ടോകോളും സാമാന്യ മര്യാദയും ഗവർണർ എന്നുള്ള നിലയിലുള്ള സ്ഥാനവും എല്ലാം ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. പിന്നാലെ മന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. ഗവർണറുടെ അനുവാദം ചോദിക്കാതെ ദേശീയഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ വേദി വിട്ടിറങ്ങിയ മന്ത്രിയുടെ നടപടി കടുത്ത പ്രോട്ടോകോൾ ലംഘനമെന്നും ഗവർണറെ അപമാനിച്ചുവെന്നും രാജ്ഭവൻ വിമർശിച്ചു. ഭാരതാംബയുടെ ഛായാചിത്രം തനിക്ക് പരിചയമില്ലെന്ന് വേദിയിൽ വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി ഖേദകരമെന്നും രാജ്ഭവൻ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തെറ്റായ മാതൃക കാട്ടിയ മന്ത്രി അവരെ അപമാനിച്ചുവെന്നും രാജ്ഭവൻ വിമർശിച്ചു. എന്നാൽ തനിക്കെതിരെ രാജ്ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയെ ശക്തമായി തള്ളിക്കളയുകയാണെന്ന് മന്ത്രി പറഞ്ഞു. തെറ്റായ ഒരു കാര്യം കാണിച്ചാൽ എന്ത് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റായ കാര്യം അംഗീകരിച്ചുകൊണ്ട് ഒരു യോഗത്തിൽ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. പുറത്തു പോകുന്നു. വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഉണ്ടായിരുന്നു. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ കുട്ടികളെ വിളിച്ചോണ്ട് പോവാം. അതേസമയം ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കില്ല എന്ന നിലപാട് അസന്ധിഗ്ധമായി ആവർത്തിക്കുകയാണ് ഗവർണറും രാജ്ഭവനും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽപ്പെട്ട ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാട് സംഭവിച്ചതായി റിപ്പോർട്ട്. ഡേറ്റ വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. സാങ്കേതികത്വം, സുരക്ഷ എന്നിവ പരിഗണിച്ച് ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തീരുമാനിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രയേലിന് മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തണമെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിലെ സംഘർഷം GCC രാജ്യങ്ങളുടെ സ്ഥിരതയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റിലെ ഫിർദൌസ് പ്രദേശത്തെ 16 ബാച്ചിലർ താമസ കേന്ദ്രങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. സ്വദേശി പാർപ്പിട കേന്ദ്രങ്ങളിൽ ബാച്ചിലർമാർക്ക് താമസ സൗകര്യം നൽകിയ കെട്ടിടങ്ങളിലാണ് ഫർവാനിയ ഗവർണറേറ്റിലെ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് നടപടി സ്വീകരിച്ചത്. നിയമലംഘനം നടത്തിയ കെട്ടിട ഉടമകൾക്കെതിരെ മുന്നറിയിപ്പ് നോട്ടീസുകളും നൽകിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദുബായ് നഗരത്തിലെ 10 ഇടങ്ങളിൽ കൂടി സ്മാർട്ട് കാൽനട സിഗ്നലുകൾ സ്ഥാപിച്ചു. ഇതോടെ ദുബായിൽ സ്മാർട്ട് സിഗ്നലുകളുള്ള കാൽനട ക്രോസിംഗുകളുടെ എണ്ണം 27ആയി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ സ്മാർട്ട് കാൽനട സിഗ്നലുകൾ സ്ഥാപിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നവരുടെ വേഗത മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് കാൽനട സിഗ്നലുകൾക്ക് ഉള്ളത്. പ്രായമായവർ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കൊക്കെ സഹായകരമാകുന്ന സംവിധാനമാണ് ഇത്. ദുബായിൽ ഉമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ്, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ്, അൽ സത്വ സ്ട്രീറ്റ്, സലാഹുദ്ദീൻ സ്ട്രീറ്റ്, അമ്മാൻ സ്ട്രീറ്റ്, അൽ ഖിസൈ സ്ട്രീറ്റ്, ഊദ്മേത്ത സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ ജംഗ്ഷനുകളിലാണ് പുതുതായി സ്മാർട്ട് കാൽനട സിഗ്നലുകൾ സ്ഥാപിച്ചത്. കാൽനട യാത്രക്കാരുടെ ചലനങ്ങൾ നിരീക്ഷിച്ച് പ്രവർത്തിക്കുന്ന തെർമൽ ക്യാമറകളാണ് സ്മാർട്ട് സിഗ്നലുകളിൽ ഉള്ളത്. രാത്രി സമയത്തും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ ഇവ സഹായിക്കും. കാൽനടക്കാരില്ലാത്ത സമയത്ത് വാഹനങ്ങൾക്ക് കാത്തുനിൽപ്പില്ലാതെ വേഗത്തിൽ കടന്നുപോകാനും പുതിയ സംവിധാനം സഹായകരമാണ്. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും കാൽനട യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും നീക്കം സുഗമമാക്കാനും സ്മാർട്ട് സിഗ്നലുകൾ സഹായിക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. മലയാളി UAEയിൽ മരിച്ചു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിനി ഡോക്ടർ നിഖില പ്രഭാകരനാണ് മരണമടഞ്ഞത്. 36 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് അദാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് കാലത്താണ് മരണം സംഭവിച്ചത്. ജഹ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായിരുന്ന നിഖില അസുഖത്തെ തുടർന്ന് ജോലി രാജിവെക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയും കുവൈറ്റിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുമായ വിപിനാണ് ഭർത്താവ്. ഗൾഫ് ഇന്ത്യൻ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിവാൻ ഏക മകനാണ്. പിതാവ് പ്രഭാകരൻ, മാതാവ് റീജ. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. പ്രകൃതി ദൃശ്യങ്ങളും സാമൂഹിക വിഷയങ്ങളും ഇഴചേർത്തുകൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു ചിത്രപ്രദർശനം ദുബായ് സിലിക്കൺ ഒയാസിസിലെ SIT ടവറിലുള്ള സർവകലാശാല ട്രെയിനിംഗ് സെന്റർ മലയാളികളായ നന്ദൻ കാക്കൂർ, ലവ്ലി നിസാർ എന്നിവരുടെ വ്യത്യസ്ത ചിത്രങ്ങളാണ് ഹ്യൂസ് ഓഫ് സൈക്സ് എന്ന പേരിലുള്ള പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കലാധ്യാപകൻ കൂടിയായ നന്ദൻ കാക്കൂർ ഗായികയും ചിത്രകാരിയും സാംസ്കാരിക പ്രവർത്തകയുമാണ് ലവ്ലി നിസാർ. ഈ മാസം 22 വരെ പ്രദർശനം നീണ്ടുനിൽക്കും. പ്രവേശനം സൗജന്യമാണ്.
സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ വേൾഡ് എക്സ്പോ 2030 നടത്തുന്നതിനുള്ള അന്തിമ അംഗീകാരം ലഭിച്ചു. വേൾഡ് എക്സ്പോയുടെ ഔദ്യോഗിക പതാക സൗദി പ്രതിനിധി സംഘത്തിന് കൈമാറി. റിയാദ് റോയൽ കമ്മീഷൻ ആക്ടിംഗ് സിഇഒയും സഹമന്ത്രിയുമായ എഞ്ചിനീയർ ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ സുൽത്താന്റെ നേതൃത്വത്തിലാണ് സൗദി പ്രതിനിധി സംഘം യോഗത്തിൽ പങ്കെടുത്തതും റെക്കോർഡ് സമയത്തിനുള്ളിൽ അപേക്ഷ സ്വീകരിച്ചതും. 2030 ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് 31 വരെയാണ് എക്സ്പോയ്ക്ക് റിയാദ് നഗരം ആതിഥേയത്വം വഹിക്കുക. 60 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് എക്സ്പോയ്ക്ക് വേദിയൊരുങ്ങുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സ്പോകളിലൊന്നായിരിക്കും ഇത്. മധ്യവേനൽ അവധി പ്രമാണിച്ച് നാട്ടിലേക്ക് ലഗേജുകൾ അയക്കുന്നതിനുള്ള കാർഗോ സേവനം വിപുലീകരിച്ചിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖ കാർഗോ സേവനദാതാക്കളായ ABC കാർഗോ. വിമാനയാത്രയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ കൂടുതൽ ലഗേജ് ഉള്ളവർക്ക് ബാക്ക് ടു ഹോം ഓഫറുകളാണ് ABC കാർഗോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗൾഫ് പ്രവാസികൾ മധ്യവേനൽ അവധിക്കായി നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന സമയമാണിപ്പോൾ. കൂടുതൽ ലഗേജ് ഉണ്ട്, എത്ര കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. യാതൊരു പ്രശ്നവും അല്ലെങ്കിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ട. ABC കാർഗോ നിങ്ങൾക്ക് സഹായവുമായി വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. വിമാനയാത്രയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ലഗേജിന്റെ പരിമിതി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പരിഹാരമായാണ് ബാക്ക് ടു ഹോം ഓഫർ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ABC കാർഗോ അറിയിച്ചു. GCC രാജ്യങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുള്ള ABC കാർഗോ ഔട്ട്ലെറ്റുകൾ വഴി സാധനങ്ങൾ വാങ്ങി അവിടെ തന്നെ പാക്ക് ചെയ്ത് അയക്കാനുള്ള സൗകര്യമുണ്ട്. കാർഗോ കൊറിയർ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ABC കാർഗോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി സേവനങ്ങൾ നടത്തുന്നുണ്ട്. സ്കൂൾ അവധിയുടെ ഈ സീസണിൽ ബ്രാഞ്ചുകളിലെ തിരക്കുകൾ പരിഗണിച്ച് രാത്രി വളരെ വൈകിയും എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തന സജ്ജമാണെന്നും വേനൽക്കാല ഓഫറുകൾക്കായി ബ്രാഞ്ചുകളെ സമീപിക്കാവുന്നതാണെന്നും ABC മാനേജ്മെന്റ് അറിയിച്ചു. ദുബായ് സിലിക്കൺ ഒയാസിസിലുള്ള സിലിക്കൺ സെൻട്രൽ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള ABC കാർഗോ ഔട്ട്ലെറ്റിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്ന മത്സ്യയാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഹാർബറിലേക്ക് എത്തുന്ന ഭാഗത്തെ പൊഴിമുഖം. പൊഴിമുഖത്ത് മണൽ അടിഞ്ഞു കൂടുന്നത് മൂലമുള്ള വൻ തിരമാലകൾ തുടർച്ചയായ അപകടങ്ങൾക്കും കാരണമാകുന്നു. ഡ്രഡ്ജിംഗ് നടത്തി പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ദിനവും ആയിരക്കണക്കിന് മത്സ്യയാനങ്ങൾ എത്തുന്ന സംസ്ഥാനത്തെ പ്രധാന ഹാർബറുകളിലൊന്നാണ് വിഴിഞ്ഞം ഹാർബർ. ഇവിടേക്കെത്തുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും വലിയ വെല്ലുവിളിയാണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണൽ സൃഷ്ടിക്കുന്നത്. വലിയ തിരമാലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും മത്സ്യബന്ധനത്തിന് ശേഷം തിരികെ എത്തുന്ന ബോട്ടുകളും അപകടത്തിൽപ്പെടുകയാണ്. ഏത് ഹാർബറിനേക്കാളും സുരക്ഷിതമായിട്ട് വന്ന് എത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഈ വിഴിഞ്ഞം ഹാർബർ. പക്ഷേ ഈ സീപോർട്ട് വന്നതിന് ശേഷം അതിന് പുലിമുട്ട് അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഈ മണൽ മൗത്തിൽ അടിയുന്നുണ്ട്. അപ്പോൾ അടിയുന്ന കാരണം ആഴം കുറഞ്ഞ് അപ്പോൾ അത് ഇവിടെ തീരത്തടിക്കുന്ന പോലെ തിര അവിടെ അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉൾക്കടലിൽ പോയി വരുന്നവർ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോകുന്നു. അപ്പം ഭയങ്കരമായ റിസ്ക്കാണ് അവർക്ക് സംഭവിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അഴിമുഖത്ത് വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് ഡ്രഡ്ജിംഗ് നടത്തുകയാണ് ഏക പോംവഴി. നേരത്തെ പറഞ്ഞതുപോലെ ആ പുലിമുട്ട് കെട്ടിയതിന് ശേഷം അങ്ങോട്ട് പോകേണ്ട ഒരു വശം മണലില്ല, ഒഴുക്ക് കുറയുകയും മണൽ അവിടെ തന്നെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഡ്രഡ്ജിങ് നടത്തി പരിഹരിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പേടിയില്ലാതെ തന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും. 77 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് നിശ്ചിത ദൂരം വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുടെ എഞ്ചിനുള്ളൂ. ഈ ഭാഗത്താണ് തന്നിരിക്കുന്നത്. ആ കിടക്കുന്നതാണ് ആ ഡ്രഡ്ജിങ് മെഷീനുമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കിടക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഉള്ളിൽ പോയി മൗത്തിൽ പോയി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഫണ്ട് തന്നെ അനുവദിച്ച് കൊടുക്കണം. പൊഴിമുഖത്തെ മണൽ നീക്കുന്നതിൽ താമസം നേരിട്ടാൽ മുതലപ്പൊഴിയേക്കാൾ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകാൻ പോകുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. മുതലപ്പൊഴിയിലേതുപോലെ വിഴിഞ്ഞം ഹാർബറിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തുന്ന പൊഴിമുഖത്തെ മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്യണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. നിരവധി അപകടങ്ങളാണ് ഇതുമൂലം ഇവിടെ ഉണ്ടാകുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ച് കാന്തപുരം സുന്നിയുടെ മുഖപത്രമായ സിറാജിൽ ലേഖനം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തറ നിലകൊള്ളുന്നത് തീവ്രവാദത്തിലാണെന്ന് ലേഖനം വിമർശിക്കുന്നു. നിലമ്പൂർ വോട്ടെടുപ്പ് ദിവസത്തിലാണ് സിറാജിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് എന്നതാണ് ശ്രദ്ധേയം. മതരാഷ്ട്രവാദമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയോ എന്ന തലക്കെട്ടിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സിറാജ് പത്രത്തിലെ ലേഖനം.
ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം ഉപേക്ഷിക്കുകയല്ല, വർദ്ധിത വീര്യത്തോടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണെന്നും സമസ്ത AP വിഭാഗം സംസ്ഥാന സെക്രട്ടറി മാളിയക്കൽ സുലൈമാൻ സഖാഫി എഴുതിയ ലേഖനം പറയുന്നു. മതരാഷ്ട്രവാദം ഒഴിവാക്കിയാൽ ജമാഅത്തെ ഇസ്ലാമി വട്ടപൂജ്യമാകും. അത് മറ്റാരേക്കാളും അറിയുന്നത് അവർക്ക് തന്നെയാണ്. മതേതരത്വം വിളമ്പുന്ന രാഷ്ട്രീയ നേതാക്കൾ മാത്രം ഇത് അറിയാതെ പോകുന്നു. ജമാഅത്ത് രാഷ്ട്രീയത്തിൻ്റെ ആശയടിത്തറ നിലകൊള്ളുന്നത് തീവ്രവാദത്തിലാണ്. മതേതര മണ്ണിൽ മതരാഷ്ട്രവാദ വിത്തിടുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്ന് സിറാജ് ലേഖനം പറയുന്നു. മുസ്ലിം സമുദായത്തിന് ഏൽക്കുന്ന മുറിവുകൾ പരമാവധി മുതലാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നും ലേഖനം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. SSF കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖപത്രമായ റിസാലയും നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് നാളെ തുടക്കം. യുവനിരയടങ്ങുന്നതാണ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീം. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതലാണ് മത്സരം. 5 മത്സരമടങ്ങിയ ഈ പരമ്പരയോടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന് തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കാണ് ലീഡ്സിൽ തുടക്കമാകുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവനിരയാണ് കളത്തിലിറങ്ങുന്നത്. സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ യുവനിരയാണ് ടീമിലുള്ളത്. കോഹ്ലിയുടെ 4ാം നമ്പറിലാകും ഗിൽ ഇറങ്ങുക. പേസിനെ പിന്തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചിൽ ഇന്ത്യൻ ടീമിൽ ഹർഷിത് റാണ ഉൾപ്പെടെ 7 പേസർമാരാണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ ടീമിൽ സ്റ്റാർ ബാറ്റ്സ്മാൻ കരുൺ നായരുടെ പരിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിദേശ പിച്ചിൽ പരിചയസമ്പന്നരല്ലാത്ത കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് പ്ലേയിങ് 11-ൽ മാറ്റങ്ങളുമുണ്ട്. ക്രിസ് വോക്സ് ഇംഗ്ലണ്ട് നിരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജേക്കബ് ബഥേലിന് പകരക്കാരനായി ഒല്ലി പോപ്പിന് അവസരം ലഭിച്ചു. പരിക്ക് മൂലം കഴിഞ്ഞ 2 ടെസ്റ്റുകളിൽ നിന്ന് വിട്ടുനിന്ന വോക്സ് സാം കുക്കിന് പകരക്കാരനാകും. വിശ്രമത്തിലായ ഗസ് ആറ്റ്കിൻസണിന് പകരക്കാരായി ബ്രൈഡൻ കാർസും ടീമിലെത്തിയിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന് മഴ ഭീഷണിയുണ്ട് എന്നാണ് പ്രവചനം. പിച്ച് ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുമെങ്കിലും പേസർമാർക്ക് കൂടുതൽ സ്വിംഗ് കിട്ടുവാനുള്ള സാഹചര്യമാണ് ലീഡ്സിലുള്ളത്. 18 വർഷത്തിനു മുമ്പാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത്. 2007-ൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.